പിന്നെ വേറെ അതിനൊക്കെ രസം എന്ന് വെച്ചാൽ ഞാൻ ചാർജ് എടുത്തിട്ട് ഞാനൊരു ഫോട്ടോഗ്രാഫറെ വിട്ടു മമ്മൂട്ടിയോട് കുറച്ച് ഫോട്ടോ എടുത്ത് തരാൻ മംഗളത്തിൽ. അപ്പോൾ മമ്മൂട്ടി അന്ന് പറഞ്ഞു, നീ ആദ്യം പോയിട്ട് മംഗളത്തിന് തീ വെച്ചു വാ, എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു. അഹങ്കാരം, എത്ര അഹങ്കാരം എന്ന് ആലോചിക്കും. എന്നിട്ടും ഞാൻ ചാർജ് ആദ്യം ലെക്ക അടിച്ചപ്പോൾ മമ്മൂട്ടിയുടെയാണ് കവർ അടിച്ചതെന്ന് ആലോചിക്കണം. ഇത്രയൊക്കെ ഉണ്ടായിട്ട് എന്തോ എനിക്ക് ആ മനുഷ്യന് ഇഷ്ടമാണെന്ന് ആലോചിക്കണം. ആ ഇഷ്ടത്തിന് വേറെ ഒരു പരിവേഷവും ഇല്ല. ഒരു പക്ഷേ ന്യൂനപക്ഷമായിരിക്കാം, പല കാരണം ഉണ്ടായിരിക്കാം, വേറൊരു ഗുണവും ഉണ്ടായിട്ടില്ല, അങ്ങനെ അവസ്ഥയിൽ എത്തിച്ചിട്ടുമില്ല. ആളിപ്പോഴും ഇങ്ങനെയാണ്. ഇപ്പോഴും സിനിമ താരം നടക്കണം ഞങ്ങളിപ്പോൾ കാണാറൊന്നുമില്ല. എന്തിനും വലിയ മെസ്സേജ് ഇട്ടാലും ഉത്തരം കിട്ടില്ല. കാരണം നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യും. മമ്മൂട്ടിക്ക് എന്താ അത്ര ഒരു വിരോധം വരാൻ കാരണം താങ്കളോട്? എന്നോട് മാത്രമല്ല, അല്ല വിരോധം എന്ന് പറഞ്ഞാൽ വിരോധം വരുമെന്ന് വെച്ചാൽ ഞാൻ പറയട്ടെ, ഇപ്പോൾ മമ്മൂട്ടി വലുതായില്ലേ, ആകാശത്തോളം വളർന്നു നിൽക്കുമ്പോൾ അദ്ദേഹം താഴേക്ക് നോക്കുമ്പോൾ ഞാനൊരു ഉറുമ്പ് പോലെ തോന്നുക. ഈ ഉറുമ്പിനെ വേണമെങ്കിൽ അങ്ങർക്ക് ബൂട്ടിട്ട് ചവിട്ടി അരയ്ക്കാം, പക്ഷെ എന്നെ അതിന് പറ്റുന്നില്ല. അതിനുള്ളൂ, അല്ലാണ്ട് വേറെന്താ. ഞാൻ അദ്ദേഹത്തിന് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. സഹായങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ തന്നെ. സഹായം എന്ന വ്യക്തിപരമല്ല, എന്നെ പ്രൊഫഷണൽ സഹായം മാത്രം, വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ അദ്ദേഹത്തെ ദ്രോഹിച്ചിട്ടില്ല. ഇത്രയും വർഷമില്ലേ, ഇത്രയും വർഷം എടുത്ത് നോക്കുക. അതല്ല, ഞങ്ങൾ പരസ്പരം സ്വകാര്യ ദുഃഖങ്ങൾ പറയാൻ അത്രയും അടുപ്പായിരുന്നു. നിങ്ങൾക്ക് വളരെ സ്വകാര്യ ദുഃഖങ്ങൾ പരസ്പരം പറഞ്ഞിരുന്ന ആൾക്കാരാണ് ഞാൻ. ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യൻ തന്നെയാണത്. അത് ഈ വളർന്നു വരുമ്പോൾ മറ്റുള്ളവർ പറയുന്ന ഈ കള്ളങ്ങൾ കേട്ട് വിശ്വസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയും കുറേ ആൾക്കാരില്ല ഇവിടെ. അതാണിപ്പോൾ സ്റ്റൈല്. ഒരു തവണ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷം 2 വർഷം CBI കുറിപ്പിൻ്റെ ലാസ്റ്റ് ചെയ്ത പോർഷൻ അപ്പോൾ ഞാൻ ഒന്ന് കാണാൻ വന്നോളൂ കാണാം, പക്ഷെ സംസാരിക്കാൻ ഫോട്ടോ എടുക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ചെന്ന് വിളിച്ചപ്പോൾ ആൾ പറഞ്ഞു ഒന്ന് കാണാം. അതായത് ഞാൻ പാടുപെട്ട് എറണാകുളത്ത് ചെന്ന് ഞങ്ങൾ 2-3 പേര് ചെന്നിട്ട് വിളിച്ചപ്പോൾ ഒന്ന് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ അവസ്ഥയിൽ എത്തണമെങ്കിൽ ആലോചിച്ചു. മറ്റത് മമ്മൂട്ടിയുടെ ബെഡ്റൂമിലേക്ക് കിടക്കാൻ വൈഫ് കഴിഞ്ഞാൽ എനിക്ക് മാത്രമേ ഉള്ളൂ, നമ്മളത്തെ എല്ലാവർക്കും അറിയാം, അത്രയും ഇതായിരുന്ന ആൾക്കാരുള്ളത്. അതേ സ്ഥാനത്ത് നമ്മൾ ചെന്നിട്ട് കാണാൻ പറ്റില്ല. അങ്ങനെ വേണ്ട, പകരം ഞാൻ എന്ന് വെച്ചാൽ മറ്റേ SN സ്വാമിയുടെയും അങ്ങനെ 2 പേരുടെയും ഇൻ്റർവ്യൂ എടുത്ത് തിരിച്ചു പോന്നു. എന്നിട്ട് എനിക്കൊരു പരാതിയില്ല. കാരണം പരാതിയില്ല എന്ന് പറയാൻ കാരണം ഒന്നും നിങ്ങൾ കൊണ്ടുപോയില്ല. അതെ, ഒന്നും കൊണ്ടുപോയില്ല. പിന്നെ നിങ്ങൾക്ക് എത്ര ഉണ്ടായാലും ശരി, ഓരോ പ്രായത്തിനനുസരിച്ചുള്ള ആഹാരങ്ങൾ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുമോ? എനിക്കും കഴിക്കണമെന്നില്ല. പിന്നെ എന്തുണ്ടായിട്ടെന്ത് കാര്യം? നിങ്ങൾ ഈഗോ ഉണ്ടായിട്ടെന്ത് കാര്യം? അവിടെയാണ് ഞാൻ എനിക്ക് മോഹൻലാലിന് ഇഷ്ടം എന്ന് പറയാൻ കാരണം. ഇതുമാത്രമല്ല, എനിക്ക് മമ്മൂട്ടി ദ്രോഹങ്ങൾ വെച്ചാൽ 4 വർഷം കേസ് എന്ന് പറഞ്ഞില്ലേ, ഈ കേസിൽ സാക്ഷി പറയാൻ മമ്മൂട്ടി വരേണ്ട ഒരു ആവശ്യമില്ല. അത് കിരീടത്തിൻ്റെ സിനിമയായിട്ട് പ്രോബ്ലം ഉണ്ടായാണത്. ചാണക്യൻ ഷൂട്ടിംഗ് നടക്കുന്നു കമലഹാസൻ്റെ, അതിൽ തിലകനുണ്ട്. ഇപ്പുറത്ത് കിരീടത്തിൽ തിലകനുണ്ട്. മോഹൻലാൽ, തിലകൻ, കൊച്ചിൻ ഹനീഫ ഒരു കോമ്പിനേഷൻ സീൻ എടുക്കണം. സിബി മലയിലുണ്ട്. അപ്പോൾ പ്രൊഡക്ഷൻ്റെ എക്സിക്യൂട്ടീവ് ഷൺമുഖനാണ്, KR ഷൺമുഖൻ, മിടുക്കനായ ഒരാളാണ്. പക്ഷെ വന്നു വന്നപ്പോൾ ഇങ്ങൊരു പറഞ്ഞ വാക്ക്, ആ പടമുള്ളവർ അഭിനയിച്ചുകൊണ്ടിരിക്കും, അല്ലാത്തൊരു വെയിറ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഒരു വെയിറ്റ് ചെയ്തു. വൈകുന്നേരമായപ്പോൾ ഇയാൾ വന്നപ്പോൾ ഒരു പാക്കപ്പ് പറഞ്ഞു, ഷൂട്ട് ചെയ്തില്ല. ഈ സാധനം എന്ന് പറയാൻ കാരണം അന്ന് ഞാൻ നാനയിൽ വർക്ക് ചെയ്യാണ്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾ മംഗളത്തിൻ്റെ എഡിറ്റേഴ്സ് സുഹൃത്തുക്കളാണ്, ഞാൻ കാശിന് വേണ്ടി ചെയ്തതല്ല. അപ്പോൾ മനോരമയിൽ യേശുദാസിൻ്റെ ഒരു കോളുണ്ട്, കേൾക്കാത്ത ശബ്ദം എന്ന് പറഞ്ഞിട്ട്, ഒരു ഹ്യൂമറായിട്ടുള്ള സിനിമ സാധനമാണത്. അങ്ങനെ ഒരു സാധനം എനിക്ക് ചെയ്യും. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, മാത്രമല്ല ഞാൻ തൊട്ടൊക്കെ കേസ് വരും, അല്ല നീ ചെയ്ത് താടാന്ന് പറഞ്ഞു. ചെന്നു. അപ്പോൾ വർഗീസ് സാറ് സംസാരിച്ചു. ഞാൻ പറഞ്ഞു സാറേ, എന്നെ നിങ്ങൾക്കും സഹിക്കാൻ പറ്റില്ല, എന്നാ നാനക്കാർക്ക് മാത്രമേ സഹിക്കാൻ പറ്റുള്ളൂ, ഉള്ള കാര്യം പറയാം. അല്ല കേസ് വന്നാൽ നമുക്ക് വേറെ ആൾ പോകാം എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ നേരും നുണയും, അത് കേസ് വന്നാൽ പകുതി നേരും പകുതി നുണയും എന്നുള്ള ഇട്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ പല്ലിശ്ശേരി എന്നുള്ള പേരിലല്ല ഇട്ടിരിക്കുന്നത്, അഭിമന്യു എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്നത്. ആ കോളത്തിൻ്റെ പ്രത്യേകത 100% സത്യമാണെന്നുള്ളതാണ്. അതിലൊരു കാര്യം, പ്രിയദർശനും ലിസിയും ബദ്ധശത്രുക്കളെ പിരിഞ്ഞു പോയൊരു കാലഘട്ടം, കല്യാണം കഴിക്കാതെ ആരും വിചാരിച്ചിട്ടില്ല. ഞാൻ എഴുതി പ്രിയനും ലിസിയും വിവാഹം കഴിക്കാൻ പോകുന്നു ഇന്ന ഡേറ്റിന്. എല്ലാവരും ഞെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയൻ്റെ അച്ഛൻ മംഗളത്തി എന്ന് പറയുന്നു, അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ സത്യാവസ്ഥ അറിയാൻ കാരണം എൻ്റെ ഒരു നാസർ എന്നൊരു ഫ്രണ്ടുണ്ട്, SBT വർക്ക് ചെയ്യുന്ന.
അദ്ദേഹത്തിൻ്റെ കൂടെ പ്രിയൻ്റെ അളിയൻ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഉം. അപ്പം ഇത് വായിച്ച് അവർ തമ്മിൽ സംസാരിക്കുന്നു. ഇപ്പോൾ ഞാനൊന്നറിയില്ല, ആ മംഗളത്തിൽ വന്ന ആ സാധനം സൂപ്പർ സാധനം, അത് സത്യമായുള്ള വാർത്തയും ആരാണ് അങ്ങനെയാണ് എന്നുള്ളത്. അന്നേ ആ കല്യാണം കഴിഞ്ഞു. പിന്നെ വന്നത് തിലകൻ്റെയാണത്. തിലകൻ നല്ല നടനാണ്, ഒരു സംശയവുമില്ല. പക്ഷെ ആർക്കും തുടക്കത്തിൽ ഒരു പുഷ് കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെ മമ്മൂട്ടി മോഹൻലാലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആ ഹെൽപ്പ് ചെയ്ത് വളർന്നു വരുമ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടിയിരുന്നത് കിരീടത്തിൻ്റെ എന്ന് പറഞ്ഞു. അപ്പം അത് അദ്ദേഹത്തിന് അപമാനം ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ കള്ള കേസ് കുടിക്കുക പോലെ എനിക്ക് അറസ്റ്റ് വാറണ്ട്. അപ്പോൾ ഞാനൊരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറഞ്ഞതാണ്. എന്നെ അന്വേഷിച്ച് പോലീസുകാർ വന്നിട്ടുണ്ട് അറസ്റ്റ് വാറണ്ടായിട്ട്. വൈഫ് വിളിച്ചു പറഞ്ഞിങ്ങനെ പോലീസുകാർ വന്നിട്ടുണ്ട്, ഒക്കെ പരിചയമുള്ള ആൾക്കാരാണ് ഒക്കെ ആയിട്ട്. ഞാൻ അയാൾ നാളെ വരാൻ പറ, ഞാൻ തന്നെ കയറാം. പിറ്റേ ദിവസം വന്ന് പോലീസുകാരൻ വന്നു, കാപ്പിയെ കുടിച്ചു. ഇയാൾ എന്നെ ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ ഈ പത്രക്കാരെന്നുള്ള അഹങ്കാരം, എന്നെ തൊടില്ല എന്നുള്ള അഹങ്കാരം. അപ്പോൾ വൈഫ് അന്ന് മംഗളാശ്വരം ജില്ലാ നേതാവാക്കിയാണ്. പാർട്ടി ഓഫീസിൽ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ അതിബുദ്ധിമാൻ വരുന്നുണ്ട് പോലീസിൻ്റെ കൂടെ, നേരെ ജാമ്യമില്ല വകുപ്പിലാണ് കൊണ്ടുപോകാൻ പോകുന്നത്. പാർട്ടി സെക്രട്ടറി വിളിച്ച് പറഞ്ഞു പോലീസിനോട്, നിങ്ങൾ ജയിലിൽ അകത്തിടാൻ പോകല്ലേ സഖാവ്, ഞാൻ അല്ലാണ്ട് എന്ത് ചെയ്യും? ഈ മനുഷ്യൻ്റെ കൂടെ വന്നാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? വേണ്ട, ഞാൻ ഹാജരാക്കിക്കൊണ്ട് അങ്ങനെ പോയി. ഈ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല ക്രിമിനൽ ലോയർ അഡ്വക്കേറ്റ് CS സുകുമാരൻ നായർ അവിടെ ജാമ്യം എടുക്കുക. CS സുകുമാരൻ നായർ കേസ് വെച്ചാൽ അദ്ദേഹത്തെ ജൂനിയേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ കുറേ സുഹൃത്തുക്കളാണ്. അവരാണ് കേസ് കൊടുത്തത്. എന്നെ കൊണ്ട് ഒരു ഗുണവും ഇല്ലാന്ന് വിചാരിക്കണം. ആ വേറൊരാളാണെങ്കിൽ എത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്നറിയാം. പക്ഷെ ആ കേസ് CS ജയിപ്പിക്കാമെന്നുള്ള വാശിയാകുന്നു. അതിൽ അന്ന് എന്നെ ഏറ്റവും കൂടുതൽ മോശമാക്കി പറഞ്ഞ മമ്മൂട്ടിയാണ് ആലോചിക്കുന്നത്. ഞങ്ങൾ ഒരുമിച്ച് അതിലേറ്റ ദിവസത്തിൽ കോടതിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ഒരേ വണ്ടിയിൽ ഒരുമിച്ച് ചെല്ലുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന ആലോചിക്കണം.